ഈ ദബ്ഹ് പറയുമ്പോൾ നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഉളയത്തറക്കുന്നിടത്തൊക്കെ നമ്മൾക്ക് ഈ തർക്കം വരാറുണ്ട്. ഇതിനെക്കുറിച്ച് സീറത്തുൽ ഹലബിയിൽ ഒരു കഥയുണ്ട്. കഥയല്ല, വിഷയമുണ്ട്. അതുകൊണ്ട് തൻബീഹിട്ട് ഞാൻ പറയട്ടെ, നമ്മളെല്ലാവരും ഉണരണം. ഒബിൽ ഹുദ എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്. അത് ആരെ ഉദ്ധരിക്കുന്നു ചോദിച്ചാൽ സീറത്തുൽ ഹലബിയുടെ മുസന്നിഫ പറയുന്നത്. എന്താ പറയുന്നത്? ഇസ്മായിലു വഹുവ റബീഹു അലൽ ഖൗലി സ്വവാബ് ഇൻദ ഉലമാഇ സ്വഹാബത്തി വത്താബിഈന വമൻ ബഅദഹും. സ്വഹാബത്തിൽപ്പെട്ട പണ്ഡിതർ, താബിയുള്ള പണ്ഡിതന്മാർ, അവർക്ക് ശേഷം വന്ന പണ്ഡിതന്മാർ, ഇവരുടെയൊക്കെ അടുക്കൽ യഥാർത്ഥ വാക്കനുസരിച്ച് നോക്കിയാൽ ആ ദബീഹ് ആരാണ്? ഇസ്മായിൽ നബി അലൈഹി സ്വലാം തന്നെയാണ്. അമ്മൽ ഖൗലു ബി അന്നഹു ഇസ്ഹാഖ്, റബീഹ് ഇസ്ഹാഖാണെന്ന് പറയുന്ന കൂട്ടരുണ്ട്. രണ്ടഭിപ്രായം ഉണ്ടല്ലോ. അത് റബീഹ് ഇസ്ഹാഖാണ് പോലെ. അങ്ങനെ ഇസ്ഹാഖാണ് എന്ന വാക്കുകൊണ്ട് പറയുന്നവർക്ക് ഫമർദൂദുൻ, അത് അംഗീകരിക്കപ്പെടുന്നതല്ല, തട്ടപ്പെട്ടതാണ്. ബി അക്സറ മിൻ 20 വജ്ഹൻ, ഒരു 20നേക്കാൾ അധികം വകുപ്പുകൾ അതിലുണ്ട്. ആ മുഖേന വെച്ച് നോക്കുമ്പോൾ അതൊക്കെ എന്താണ്? ഇസ്ഹാഖല്ല, അത് ഇസ്മായിലാണ് നിന്നെടുത്തേക്ക വേണം. നോക്കൂ, ബിദ്അത്തിന്റെ വലിയൊരു പണ്ഡിതനാണ് ഇബ്നു തീമിയ. വനുഖില അൻ ഇബ്നു തീമിയ, ഇബ്നു തീമിയെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. എന്താ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളതെന്ന് അറിയാമോ? അന്ന ഹാദൽ ഖൗല, ഇസ്ഹാഖാണ് ദബീഹ് എന്ന് പറയുന്ന വാക്ക് മുത്തലഖ മിൻ അഹ്ലി കിതാബി, അത് അഹ്ലി കിതാബിയുടെ ഭാഗത്തു നിന്ന് എടുക്കപ്പെട്ടതാണ്. അഹ്ലി കിതാബികൾ പറഞ്ഞതാണ്. എന്തോടുകൂടെ? മാ അന്നഹു ബാത്തിലും ബിനസ്സി കിതാബിഹിം അല്ലദി ഹുവ തൗറാത്ത്. ഈ അഹ്ലി കിതാബിയുടെ കയ്യിൽ തൗറാത്ത് ഉണ്ട്. ആ തൗറാത്തില് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്ത്? ഇസ്ഹാഖല്ല എന്ന്. ആ നെസ്സിനെ പൊളിച്ചുകൊണ്ട് ബാത്തിലായ വാക്ക് പറഞ്ഞതാണ് ഈ പറഞ്ഞു. നോക്കൂ, ഇന്ന ബീഹി, ആ തൗറാത്തിൽ കാണാം, ആ കിതാബിൽ എന്ത്? അന്നല്ലാഹ അമറ ഇബ്രാഹിമ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു തആല ആജ്ഞാപിച്ചത് ഐ യദ്ബഹ ഇബ്നഹു ബിക്റ വഫീ ലഫ്ദിൻ വഹീദ. അന്ന് കുട്ടി ഇസ്മായിൽ നബി മാത്രമല്ലേ ഉള്ളൂ, ആ കുട്ടിയെ ഇറക്കണം. അല്ലെങ്കിൽ ബിക്ർ കന്യകത്തെ ജനിച്ച കന്യകരെ ചെറുപ്പക്കാരനായ കുട്ടി, അതാണ് ഇസ്മായിലാണ്. അതിനർത്ഥം അതാണ്, ഇസ്മായിൽ ഇറക്കണമെന്ന്. വഖദ് ഹറഫു, ഈ ചങ്ങാതിമാര് ആര്? ഈ അഹ്ലി കിതാബുകൾ മാറ്റിമറിച്ചു. സാലിക ബി തൗറാത്തി അല്ലത്തി ബി ഐദീഹിം, ഇവരുടെ കയ്യിലുള്ള തോറകളിൽ, ഇവർ പുതുക്കിണ്ടാക്കിയ തോറകളുണ്ട്, അവരുടെ ബൈബിളില് ആ വിഷയം മാറ്റിമറിച്ചു. എന്നിട്ട് പറഞ്ഞെന്താണ്? ഇദ്ബഹ് ഇബ്ന ഇസ്ഹാഖ്, ഇങ്ങനെ ആക്കി തീർത്തു. നിന്റെ മകനായ ഇസ്ഹാഖിനെ നീ അറുക്കണമെന്നാണ് ഇപ്പത്തെ തോറയിൽ അവർ കൂട്ടിച്ചേർത്ത് മാറ്റിമറിച്ചുണ്ടാക്കിയത്. പഴയ തോറയിൽ അതില്ല. ഇതാണ് ഇബ്നു തീമിയെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ടത്. ഇവിടെ സത്യമാണല്ലോ അത്. ഒമിൻ സമ്മ, അതുകൊണ്ടാണ് സക്കറുൽ മആഫി ഇബ്നു സക്കരിയ എന്ന് പറയുന്ന ഒരാള് കഥ പറയുന്നുണ്ട്. എന്ത്? അന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ്, ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങള് സഅല റജുലൻ അസ്ലമ മിൻ ഉലമാഇൽ യഹൂദി, ജൂത പണ്ഡിതന്മാരിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്ന ഒരു പണ്ഡിതനോട് ചോദിച്ചു, അയ്യ ഇബ്ന ഇബ്രാഹിമ ഉമിറ ബിദബീഹി, ഏത് കുട്ടിയെയാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ അറുക്കണം എന്നതുകൊണ്ട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ചോദിച്ചു. തൗറാത്ത് പരിചയങ്ങൾക്ക് ഉണ്ടല്ലോ, മുസ്ലിമായ ആളാണല്ലോ. വഖാല, അപ്പൊ ഈ മുസ്ലിമായ ഈ പണ്ഡിതൻ പറയുന്നു, വല്ലാഹി യാ അമീറുൽ മുഅ്മിനീൻ, അപ്പോ ബഹുമാനപ്പെട്ട അബ്ദുല്ലാ ബിൻ അസീസ് തങ്ങളെ കാലത്തുള്ളതാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ്, അബ്ദുല്ല അല്ല, ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളെ കാലത്തുള്ളതാണ് ഇയാള്. അപ്പൊ അയാള് പറയാണ്, അള്ളാഹു തന്നെ സത്യം, അമീറുൽ മുഅ്മിനീൻ, ഇന്നൽ യഹൂദ യഅലമൂന അന്നഹു ഇസ്മായിൽ, ആരാണ് ദബീഹ് എന്നുള്ളത് ഇസ്മായിലാണെന്ന് അവർക്കറിയാം. പക്ഷെ വലാകിന്നഹും യഹ്സുദൂനകും മഅസൽ അറബ്, അറബി സംഘമേ, നിങ്ങളോട് അവർക്ക് വല്ലാത്ത അസൂയയാണ്. അറബികളോട് വല്ലാത്ത അസൂയ അവർക്കുണ്ട്. എന്ത്? ഐ യകൂന അബാക്കും, ഇസ്മായിൽ നിങ്ങളെ പിതാവാകുന്ന വല്ലാത്തൊരു അസൂയ അവർക്കുണ്ട്. ആയതുകൊണ്ട് ഫദീലതി ദക്കറുല്ലാഹു തആല അൻഹു ഫഹും യദ്ഖദൂന ദാലിക എന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതിനവർ നിഷേധിക്കുന്നവരാണ് ജൂതന്മാർ എന്ന്. അവർക്കാരും വിശദീകരിച്ച് അല്ലാഹു തആല പറഞ്ഞതുകൊണ്ട് അദ്ദേഹം
നിങ്ങളുടെ പിതാവായി വരിക എന്നുള്ള കാര്യത്തിൽ ഈ ജൂതന്മാർ അസൂയാലുക്കളാണ്. അതുകൊണ്ടാണ് ഒരാൾ പറയുന്നത് അന്നഹു ഇസ്ഹാഖുൻ, യാതൊരു തെളിവുമില്ലാതെ അത് ഇസ്ഹാഖാന്നൊരു വാദിക്കുകയാണ്. കാരണം അന്ന ഇസ്ഹാഖ അബൂഹും, ഇസ്ഹാഖ് എന്ന് പറയാൻ ഓല പിതാവാണ്. അപ്പൊ ഓല അതെടുത്ത് പറയാണ്. അറകളുടെ പിതാവ് ആരാണ്? ഇസ്മായിലാണ്. അതൊരു അസൂയയാണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് മനസ്സിലായി? മനസ്സിലാക്കേണ്ടതാണ് നബി ഇസ്മായിൽ നബി അലൈഹി സ്വലാം തന്നെയാണ്. യഥാർത്ഥ കൗൽ അത് തന്നെയാണ്. അതിന് മറിച്ചൊരു മറ്റു കൗൽ ഇങ്ങനെയാണ്. എന്നിട്ട് നോക്കണോ, ഈ പറയുന്ന സീറത്തുൽ അലബിയുടെ മുസല്ലി പറയുന്നു, വലി റിസാലത്തും ബിദാലിക സമ്മൈതുക അൽ ഖൗലൽ മലീഗ് ഫീ തഈൻ ദബീഹ് റജ്ജഹ്തു ബി അൽ ഖൗല ബി അന്ന ദബീഹ് ഇസ്മായിൽ. ആ കിതാബിൽ ഞാൻ പറഞ്ഞത് ദബീ ഇസ്മായിലാണ് ഞാൻ റാജിയാക്കിയിട്ടുമുണ്ട്. ഇത് നമ്മൾ പഠിക്കേണ്ടതാണ്. അങ്ങനെ അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സന്തോഷ വാർത്ത നൽകപ്പെട്ട മഹാനാണ് നമ്മുടെ നബി. അതാണ് ഹംസിയ ബൈത്തിൽ പറയുന്നത്, വതവാലത് ബുശ്റൽ ഹവാതീബ് ആനാ അൻഖദ് വലിദൽ മുസ്തഫ വഹഖൽ ഹനാഉ. എന്താന്ന് ചോദിച്ചാൽ ഹവാത്തിബ്, ഈ അശരീർ ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്, ഓല ശബ്ദങ്ങൾ, ആ സന്തോഷം ഇതാ അടുത്തു വന്നിരിക്കുകയാണ്, തുടരെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ്? മുസ്തഫയായ നബിക്കിതാ ജന്മം നൽകപ്പെട്ടിരിക്കുന്നു, സന്തോഷങ്ങൾ ഇതാ ബന്ധം ഇറങ്ങിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഹാത്തിബിന്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത് മാ യുസ്മ അത്ബു എന്ന് പറഞ്ഞാൽ സൗത്തു, ശബ്ദം. അവിടെ ഒരു അഭിപ്രായമുണ്ട്, സൗത്തുൽ ഖഫിയു വലാ ഇറാഖത്ത്, ശബ്ദം കേൾക്കുന്നു, ആളറിയുന്നില്ല, ആളെ കാണാത്ത ശബ്ദം എന്നർത്ഥമുണ്ട്. പിന്നെ ഹന എന്ന് പറഞ്ഞാൽ എന്താ? ഫറഗ്, സുറൂറ്. അപ്പൊ എല്ലാ സൃഷ്ടികൾക്കും നബിനെ കൊണ്ട് സന്തോഷമുണ്ട്, ഇതാ മുസ്തഫയായ നബിക്ക് ജന്മം നൽകപ്പെടുന്ന സമയം അടുത്തിരിക്കുന്നു എന്നൊക്കെ അശരീരി വിളിച്ചു പറയുകയുണ്ടായി. അതാണ് നമ്മൾ പറഞ്ഞത്. ഇനി മറ്റൊന്നിന് മനസ്സിലാക്കുക, ഒരു നക്ഷത്രം, നക്ഷത്രത്തിന് യാഥാർത്ഥ്യമുണ്ടോ തള്ളേണ്ടതല്ല. നബിയുടെ പ്രസവം അടുത്തപ്പോൾ വലിയൊരു നക്ഷത്രം വന്നിട്ടുണ്ട്. ഇബ്നു ആയിദ് എന്ന് പറയുന്ന ആൾ പറയുന്നു, വഖദ് വുലിദ ഇന്ദ വുജൂദിൽ മുഷ്തരി. മുഷ്തരി എന്ന് പറയുന്ന നക്ഷത്രത്തിന്റെ പേരാണ്. അത് വന്ന സമയത്താ നബിക്ക് ജന്മം നൽകപ്പെട്ടിരുന്നു. അപ്പൊ അത് കണക്കാക്കി വന്നതാണ്. ഓവ കൗക്കബുൻ സൈർ, അത് വലിയൊരു നക്ഷത്രമാണ്. വഖദ് കാനത്ത് വിലാദത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ദ വുജൂദി സഈദിൽ അക്ബർ വൻ നജ്മുൽ അൻവർ എന്ന് പറയാം. നജ്മുൽ, നല്ലോണം പ്രകാശിക്കുന്ന നക്ഷത്രം, വലിയൊരു നക്ഷത്രം അന്ന് കണ്ടിരുന്നു. ആ സമയത്താണ് മഹാനാ നബിയുടെ ജന്മം നടന്നതെന്നാണ്. കാനത്ത് ഉമ്മു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ ഉമ്മ തഖൂല് പറയുന്നുണ്ട്, മാ റഅയ്തു മിൻ ഹംലിൻ വ അഖഫു മിൻഹു വലാ അഅലമ ബർക്കത്തൻ മിൻഹു. സീറത്തുൽ നബി, ഞാനേ വളരെ ലഘുവായിരിക്കുന്ന ഒരു ഗർഭം ചുമന്നത് ഈ കുട്ടിയാണ്, അതിലാരും ലഘുവായൊന്നുമില്ല, ബർക്കത്തിനാൽ ഏറ്റവും മുന്നേ ബർക്കത്ത് നേടിയതും ഇതാണ് എന്ന സന്തോഷം കൊണ്ട് നബിന്റെ അമ്മ പറയുകയുണ്ടായി. നോക്കൂ, ഈ കഥ പറ്റി, ഈ നക്ഷത്രത്തെ പറ്റി പറയാം. റവൽ ബൈഹഖിയു വബ്നു അസാക്കിർ വബ്നു സക്കൻ അൻ ഉസ്മാൻ ബിനി അബിൽ ആസി അൻ ഉമ്മിഹി. ഉസ്മാൻ എന്നവർ തന്റെ ഉമ്മയായ ഫാത്തിമ സഖഫിയ മഹദി പറയുന്നു, അന്നഹ കാലത്ത്, ഈ ഫാത്തിമ സഖഫിയ പറയാണ്, ലമ്മ ഹളറത്ത് വിലാദത്തു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ പ്രസവം അങ്ങ് അടുത്തപ്പോ, സമയമായപ്പോ, റഅയ്തുൽ ബൈത്ത, വീട് ഞാൻ കാണുകയാണ്, ഹീന വുളിയ, നബിയെ പ്രസവിച്ചപ്പോ, കദിം തല അനൂർ, പ്രഭയാകെ നിറഞ്ഞിരിക്കുന്നു, വറായ്ത്തുൻ നുജൂമ, നക്ഷത്രങ്ങൾ ഇതാ അടുത്തുകൊണ്ടിരിക്കുന്നു, അത്താ വനന്തു അന്നകാസ തഖഅലിയ, ആ നക്ഷത്രമൊക്കെ പാടെ വന്നിട്ട് എന്റെ മേലെ വീഴുമോ എന്ന് ഞാൻ പേടിച്ചുപോയി. അത്രത്തോളം അടുത്തു വന്നു. അത്ര വലിയൊരു വെളിച്ചം ഈ മുത്തുനബിന്റെ ജന്മത്തിനുണ്ടായിട്ടുണ്ട്. അതാണ് ഹംസിയ പാടിയത്. എന്ന് പറഞ്ഞാൽ കറുബത്തു വദനത്തിൽ കവാകിബുൽ മുളിഅത്തു ഇലൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കറാമത്തല്ലഹു തഅലീമൻ ലം യഖഇ നദീറുഹു ലിഗൈരിഹി ബിസബബി ഹാദ തദല്ലി അലാഅത്ത് നവാഹിൽ ബൈത്തി ഔ നവാഹി സമാഇ ഔ നവാഹിൽ വുജൂദി ബിഅസലിഹി ബിതിൽക്കൽ കവാകിബുൽ മുളിഅ. സർവെല്ലാം ചെയ്യാം. അതായത്
നബിയിലേക്ക് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന നല്ല തെളിച്ചമുള്ള നക്ഷത്രങ്ങൾ അടുത്തു വന്നു. നബിനെ ആദരിച്ചുകൊണ്ടും ബഹുമാനിച്ചുകൊണ്ടാണ്. നബിക്കല്ലാതെ മറ്റൊരാൾക്കും ഇത് ഉണ്ടായിട്ടുമില്ല. അങ്ങനെ ആ നക്ഷത്രത്തിന്റെ അടുപ്പം കാരണം വീടിനെല്ലാ ഭാഗം പ്രകാശിച്ചു. അല്ല, ആകാശത്തിലെ ലോകം പ്രകാശിച്ചു. അതല്ല, ഭൂമി ലോകം മൊത്തം പ്രകാശിച്ചു. ആ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന നക്ഷത്രത്തിന്റെ ഒളിവ് കൊണ്ട്. ഇങ്ങനെയെല്ലാം ഉണ്ടായത് മുത്തുനബി തങ്ങളുടെ ആ ഒരു ബർക്കത്തും മുത്തുനബിയുടെ സ്ഥാനം അറിയിക്കുന്നില്ലേ? ഇനി നമുക്കറിയേണ്ടത്, നബി തങ്ങളെ പ്രസവിക്കുമ്പോൾ പല അത്ഭുതങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ആ അത്ഭുത കഥയിലേക്ക് നമുക്ക് വരാം ഇൻഷാ അല്ലാഹ്. അല്ലാഹ് തൗഫീഖ് ചെയ്യട്ടെ. ഇന്ന് 3 വോയിസ് വിട്ടിട്ടുണ്ട്. ഇതിലാർക്കൊരു അമർഷമുണ്ടോ അല്ലെങ്കിൽ വലിയ ശല്യമുണ്ടെങ്കിൽ അറിയിക്കണം. ആണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇനിയും ചുരുക്കിയിട്ടേ വിടുള്ളൂ. അപ്പോൾ ഒരു വോയിസിനെ ചുരുക്കി വിട്ടോളാം. എങ്ങനെ വേണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം.